പാണിയേലിപ്പോരിലൂടെ ഒരു യാത്ര. പ്രകൃതിയുടെ ചാരുതയിലൂടെയല്ലാതെ സ്വർഗത്തിലേക്കൊരു കോണി കണ്ടെത്താൻ എൻ്റെ ആത്മാവിന് കഴിയുകയില്ല. ഇത് എൻ്റെ വാക്കല്ല കേട്ടോ, മൈക്കലാഞ്ചലോയുടെ വാക്കുകളാണ്. ആലുവയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ തീരം. വടക്ക് മലയാറ്റൂരിനും തെക്ക് പാണിയേലിക്കും ഇടയ്ക്ക് കൂടി പെരിയാർ നദി ഒഴുകി വരുന്ന ഈ സ്ഥലത്ത് നിറയെ പാറക്കെട്ടുകളാണ്. പല കൈവഴികളായി ഒഴുകി വരുന്ന നദി ഇവിടെ വെച്ച് ഒരുമിച്ച് ചേരുന്നു. വർഷകാലത്ത് പുഴ നിറഞ്ഞൊഴുകുന്നതിനാൽ ഇത് ദൃശ്യമല്ല കേട്ടോ. വേനൽക്കാലത്ത് പോയാൽ അവിടെ ഈ മനോഹര ദൃശ്യം കാണാം. ഇങ്ങനെ ഒഴുകി വരുന്ന ജലം പരസ്പരം പോരടിച്ചു മറിയുന്നതിനാലാണ് പാണിയേലിപ്പോര് എന്ന നാമം ഈ സ്ഥലത്തിന് കിട്ടിയത്. ഇടമലയാർ കാട്ടിൽ നിന്നും ഈറ്റയും മുളയും വെട്ടി ചെങ്ങാടങ്ങളാക്കി മഴക്കാലത്ത് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വലിയ തിരകളുമായി പോരടിക്കുന്ന തുഴച്ചിൽക്കാരുടെ സംഭാവനയാണ് ഈ പേരെന്നും പറയുന്നു. വലിയ വെള്ളച്ചാട്ടമൊന്നും ഇവിടെയില്ല. പാറക്കെട്ടുകളും ചെറിയ തുരുത്തുകളും നിറഞ്ഞ ഈ നദിയുടെ ഈ പ്രകൃതി ഭംഗി അപാരം തന്നെ. വനം വകുപ്പിൻ്റെ മലയാറ്റൂർ ഓഫീസിൻ്റെ അനുമതി വാങ്ങിയാൽ ആ പുഴയിലൂടെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറേയേറെ നടക്കാം. വഴിയരികിലൊക്കെ നാനാതരം ശലഭങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വർണ്ണചിത്രങ്ങളും പേരുകളും അവയുടെ ശാസ്ത്രീയ നാമവും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷികളുടെ കളകൂജനം എപ്പോഴും ഉണ്ടാകും. കാലത്ത് ചെന്നാൽ അത് ഏറെ ആസ്വദിക്കാം. 1 കിലോമീറ്ററോളം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പാറക്കെട്ടുകളിലേക്ക് കയറാം. ഉയരമുള്ള പാറക്കെട്ടുകളല്ല, വളരെ സൂക്ഷിച്ച് നടന്നാൽ വളരെ നല്ലത്. വഴുക്കലുള്ള പാറ ഏതു സമയവും നിങ്ങളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ വഴികാട്ടികൾ പറഞ്ഞു തരും. അവിടെയൊക്കെ ചുവപ്പ് കൊടികളും സ്ഥാപിച്ചിട്ടുണ്ട്. ധിക്കരിച്ചു പോയാൽ അപകടമുറപ്പ്. കുറേയേറെ പേർ ഇങ്ങനെ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ഭൂതത്താൻ കെട്ട് അണക്കെട്ട് തുറക്കുമ്പോൾ അതിശക്തമായ ഒഴുക്കുണ്ടാകാൻ സാധ്യതയുള്ളതും നമ്മൾ കണക്കിലെടുക്കണം. ഓരോ സംഘം ആൾക്കാർ വരുമ്പോഴും എവിടെ നിന്ന് വരുന്നു, എത്ര നേരം അവിടെ ചെലവഴിക്കും എന്നൊക്കെ അവർ ചോദിക്കും. ശരിയായ വിവരങ്ങൾ കൈമാറിയാൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിലാക്കാം. വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യാം. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ അവിടെ സർക്കാർ സംവിധാനമൊന്നുമില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. വെള്ളത്തിലിറങ്ങാൻ സുരക്ഷിതമായ സ്ഥലങ്ങളുമുണ്ട്. ഗൈഡുകൾ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങി കുളിക്കാം. ഷൂസ് ധരിച്ചു കൊണ്ടുപോകാൻ പാടില്ല. വെള്ളത്തിൽ ഇറങ്ങിക്കയറേണ്ട പല സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെ അപരിചിതരായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തദ്ദേശവാസികളും അവിടം പരിചയമുള്ള ആൾക്കാരും തരുന്ന മുന്നറിയിപ്പുകൾ നാം മുഖവിലക്കെടുക്കണം. കുറേയേറെ പേരോട് പറഞ്ഞ് അവർക്കും മുഷിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അവരെ വെല്ലുവിളിച്ച് ധിക്കരിച്ചു പോകുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. മഴക്കാലത്ത് ഇങ്ങനെ ശക്തിയായി ഒഴുകി വരുന്ന ജലത്തിലൂടെ വലിയ പാറകൾ ഉരുണ്ടുവരികയും അതവിടെ ഉറപ്പിച്ചിരിക്കുന്ന പാറകൾ തടഞ്ഞ് ആ ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രത്യേകതയാൽ ഒരിടത്ത് തന്നെ കിടന്ന് തിരിയുകയും കാലക്രമേണ പാറകളിൽ വലിയ കുഴികൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ കല്ലാടിക്കുഴികൾ എന്ന് പറയുന്നത്. ഈ പാണിയേലിപ്പോരിൻ്റെ വലിയ ഒരു ദൃശ്യഭംഗിയും ഈ കല്ലാടിക്കുഴികളാണ്. ഇങ്ങനെയുള്ള നിരവധി കുഴികൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പല കുഴികളിലും അതിൽ തിരിഞ്ഞ കല്ലുകളും ഇപ്പോഴും കാണാം. ശരിക്കും പ്രകൃതിയുടെ തിരികല്ലുകൾ തന്നെ. ജലനിരപ്പ് ഉയരുമ്പോൾ ഈ കുഴികളും അതിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന ചുഴികളും ഒന്നും ദൃശ്യമല്ല. നീന്തുന്നതിനിടയിൽ ഈ ചുഴികളിൽ പെട്ടാൽ അവ താഴേക്ക് ശക്തമായി നമ്മെ വലിക്കും. അതിനെ പ്രതിരോധിക്കാൻ എത്ര വലിയ ശക്തനായ നീന്തൽക്കാരനും സാധ്യമല്ല തന്നെ. തന്നെയുമല്ല, മുകളിൽ താരതമ്യേന വളരെ ശാന്തമായിട്ടാണ് പുഴ ഒഴുകുന്നതെങ്കിലും അടിയൊഴുക്ക് ചിലയിടങ്ങളിൽ വളരെ ശക്തമാണ്. അത് നമുക്കറിയില്ല. അവർ പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കണം. വീണാൽ എവിടെയെങ്കിലും തലയടിക്കും. അതോടെ ബോധവും നഷ്ടപ്പെടും. പിന്നെ ചെറിയ ഒരു ഒഴുക്ക് മതി മരണത്തിലേക്ക്.
കൂട്ടുകാർക്കാർക്കും ഓടി വന്ന് നമ്മെ രക്ഷിക്കാനുമാവില്ല. പല മരങ്ങളും അവിടെ കാണാം. തീരം മുഴുവൻ മാംഗ്രോവ് എന്ന് നമ്മൾ വിളിക്കുന്ന കണ്ടൽക്കാടുകളാണ്. മണ്ണൊലിപ്പ് തടയാൻ ഇത്രയും നല്ല ഒരു ഉപാധി വേറെയില്ല. തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളും സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ കണ്ടൽക്കാടുകൾ ഉള്ളതുകൊണ്ടായിരുന്നു. അനക്കോണ്ട പോലെയൊരു ഭീകരനെ കണ്ട് ഞങ്ങളൊന്ന് അമ്പരന്നു. അത് കക്കുംകായ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വള്ളിയാണ്. ഈ കക്കുംകായ നമ്മൾ കർക്കിടകത്തിലൊക്കെ ഈ കഞ്ഞിയിൽ ഉൾപ്പെടുന്ന പരന്ന വട്ടത്തിലുള്ള കായ. ഇത് ഞങ്ങൾക്ക് ഗൈഡ് പറഞ്ഞു തന്നാണ് കേട്ടോ. സെൻറ് തോമസ് മൗണ്ട് എന്ന തീർത്ഥാടന കേന്ദ്രവും കോടനാട് ആനപിടുത്ത കേന്ദ്രവും ഇതിനടുത്തായിട്ടാണ്. കോടനാട് മലയാറ്റൂർ പാലത്തിൽ നിന്നാലും ഈ കാഴ്ച കാണാം. പെരുമ്പാവൂരിൽ നിന്നും പോരിലേക്ക് എപ്പോഴും ബസ് കിട്ടും. തീരത്തുകൂടി ഭൂതത്താൻ കെട്ടിലേക്കും നദി കടന്ന് മഹാഗണിത്തോട്ടത്തിലേക്കുമൊക്കെ ട്രെക്കിംഗ് ഉണ്ട്. ഗൈഡുകളുടെ സേവനം ഉണ്ടെങ്കിൽ മാത്രം പോവുക. കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. കനത്ത ചൂടുകാലത്ത് ഇവിടുത്തെ സുഖശീതളമായ കാലാവസ്ഥ അനുഭവിക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമയേകും. ഡിസംബർ മുതൽ മെയ് മാസം വരെയാണ് ഏറ്റവും നല്ല സമയം. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇപ്പോൾ ഏഴാറ്റുമുഖം തൂമ്പൂർമൊഴി തൂക്കുപാലം സജ്ജമായതോടെ കോടനാട് ആനപിടുത്ത കേന്ദ്രം, മഹാഗണിത്തോട്ടം, മലയാറ്റൂർ പള്ളി, കാലടിയിലുള്ള ശ്രീശങ്കര അദ്വൈതാശ്രമം, ആതിരപ്പള്ളി, വാഴച്ചാൽ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഒറ്റയടിക്ക് സന്ദർശിക്കാം. അപ്പോൾ ചിന്തിച്ച് കാട് കയറാൻ പോലും കാടില്ലാത്തൊരു കാലം വിദൂരമല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ കയ്യെത്തും ദൂരത്തുള്ള ഈ കാടും പുഴയും കൺകുളിർക്ക കണ്ട് മനം നിറഞ്ഞ് ആസ്വദിക്കാം. എല്ലാവർക്കും പാണിയേലി പോരിലേക്ക് സ്വാഗതം.